ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ MLT എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ യൂണിറ്റ് 3-ലെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. നമ്മളതിൽ പറയുന്ന ടോപ്പിക്ക് പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് ആണ്. PT എന്നാണ് നമ്മളതിനെ ഷോർട്ടാക്കിയിട്ട് പറയാം. ഓക്കെ, നമ്മൾ ഇതിൽ ഫസ്റ്റ് പറയുന്ന കാര്യം കോള ആൻഡ് ദ ഫെഡറൽ ഗവൺമെൻറ് റിക്വയേഴ്സ് ദാറ്റ് എവറി ലബോറട്ടറി കീപ് ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ ഓഫ് ഇറ്റ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ എ പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പ്രോഗ്രാം. അതായത് കോള എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ഓൺ ഓഫീസ് ലബോറട്ടറി ആക്രഡിറ്റേഷനാണ്. ഈ ഒരു കമ്മീഷനും അതുപോലെ തന്നെ ഫെഡറൽ ഗവൺമെൻറ്റും എല്ലാ ലബോറട്ടറീസും ഒരു ഡീറ്റെയിൽഡ് ഡോക്യുമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഫയലിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പ്രോഗ്രാമിൻ്റെ ഫയലിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കോപ്പി വേണം. PT എൻറോൾമെൻറ്റ് ഓർഡർ ഫോമിൻ്റെ ഒരു കോപ്പി നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഓരോ സാമ്പിളിലും ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഒരു പ്രൊഫിഷ്യൻസി ടെസ്റ്റിംഗ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതുപോലെ എല്ലാ വർക്ക്ഷീറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള അതിൻ്റെ റിസൾട്ടുകളൊക്കെ വരുമ്പോഴുള്ള പ്രിൻ്റ് ഔട്ടുകൾ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു കോപ്പി, നമ്മുടെ ഫൈനൽ കംപ്ലീറ്റഡ് റിസൾട്ടിൻ്റെ ഒരു കോപ്പി, അതുപോലെ തന്നെ ഇൻക്ലൂഡിങ് ദ സൈൻഡ് അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. PT പ്രൊവൈഡർക്ക് നമ്മൾ ഈ ഒരു ഫൈനൽ കോപ്പി റിസൾട്ട് കൊടുക്കുമ്പോൾ അയാൾ സൈൻ ചെയ്തിട്ടുള്ള ഒരു അറ്റസ്റ്റേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ദ റിവ്യൂഡ് PT സ്കോർ റിപ്പോർട്ട് ഇൻക്ലൂഡിങ് ദ CMS സമ്മറി പേജ്. അതുപോലെ തന്നെ ഈ ഒരു PT സ്കോർ റിപ്പോർട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു CMS സമ്മറി പേജ് നമുക്ക് അതിലുണ്ടായിരിക്കണം. പിന്നെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ്റെയും ഡോക്യുമെൻറ്റേഷനും അതുപോലെ തന്നെ കറക്റ്റീവ് ആക്ടിവേഷൻ, അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മുടെ റിസൾട്ടൊക്കെ ഒരു PT പ്രൊവൈഡർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും അതിൽ വ്യത്യാസങ്ങൾ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത് അതിനൊക്കെ കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രൊഫിഷ്യൻസി ടെസ്റ്റിങ്ങിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തൊക്കെ തെറ്റുകളാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു PT ഫയലിൽ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ക്വാളിറ്റി അസസ്മെൻ്റ് ആണ്. QA എന്നാണ് നമ്മൾ ഇതിനൊരു ഷോർട്ടാക്കിയിട്ട് പറയുക. ഈ ക്വാളിറ്റി അസസ്മെൻറ്റ് എന്തിനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ നമ്മുടെ ലാബിൽ നടക്കുന്ന ഓരോ പെർഫോമൻസിനും ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലാബിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്വാളിറ്റി അസസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യു മസ്റ്റ് ഹാവ് എ ക്വാളിറ്റി അസസ്മെൻറ്റ് പ്ലാൻ ആൻഡ് യൂസ് ഇറ്റ് ടു പെർഫോം ആൻഡ് ഡോക്യുമെൻറ്റ് QA റിവ്യൂസ്. നമ്മൾ ഈ ഒരു കാര്യം ക്വാളിറ്റി അസസ്മെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലാബിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ നമ്മളത് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ QA റിവ്യൂസും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതുമാണ്. Activities that have value, impact your laboratory and improve patient care should be reviewed and documented as part of your QA plan. Evaluate your current policies and procedures to see if they are effective and ensure they are being followed by all staff. നമ്മൾ ഈ ഒരു QA സിസ്റ്റം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കറക്റ്റ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വഴി നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം നമ്മുടെ ഓരോ ക്വാളിറ്റിയും. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കിന് എത്രത്തോളം എഫക്റ്റീവാണ് ഇല്ലേ, നമ്മുടെ സ്റ്റാഫുകൾ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ക്വാളിറ്റി അഷ്വറൻസ് ചെയ്യുന്നതിലൂടെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ഐഡൻറ്റിഫൈ ആക്ടിവിറ്റീസ് ദാറ്റ് ഹാവ് ദ പൊട്ടൻഷ്യൽ ഫോർ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ഇമ്പാക്റ്റ് ദ ക്വാളിറ്റി ഓഫ് യുവർ ടെസ്റ്റ് റിസൾട്ട്. അതുപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസും ഐഡൻറ്റിഫൈ ചെയ്യണം. അതുപോലെ തന്നെ എന്തെങ്കിലും പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാക്കുന്നതാണോ, അത് നമ്മുടെ ക്വാളിറ്റീനെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഡിക്റ്റേറ്റ് ആൻഡ് കീപ് ട്രാക്ക് ഓഫ് എറേഴ്സ് ഓവർ ടൈം. അതായത് നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അപ്പം തന്നെ ട്രാക്ക് ചെയ്തിട്ട് തിരുത്തുന്നതിന് വേണ്ടി പറ്റുന്നു. പിന്നെ
ഫൈൻഡ് ദ റൂട്ട് കോസ് ഓഫ് എറേഴ്സ് ആൻഡ് ഫോർമുലേറ്റ് സൊല്യൂഷൻസ്. അതായത് നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ വേരോടെ നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് അതിനെ സോൾവ് ചെയ്യുന്നതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ക്വാളിറ്റി അസസ്മെൻറ്റ് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമുക്ക് എവിടെയെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്ഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ എന്താണ് അതിനെ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കറക്ഷൻസ് മാറ്റി നമ്മുടെ ലാബ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ക്വാളിറ്റി അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. റെഡ്യൂസ് എറേഴ്സ് ആൻഡ് പ്രിവെൻറ്റ് ദ സെയിം എറേഴ്സ് ഫ്രം റിക്കറിങ്. അതുപോലെ തന്നെ നമ്മുടെ തെറ്റുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ആൻഡ് പ്രിവെൻറ്റ് സെയിം എറേഴ്സ് ഫ്രം റിക്കറിങ്. അതായത് ഈ ഒരു തെറ്റെന്നെ വീണ്ടും ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് അബ്രിവേഷൻസ് യൂസ്ഡ് ഇൻ ഹെൽത്ത് കെയർ ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അബ്രിവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ചുരുക്കെഴുത്തുകൾ എന്നാണ്. എന്തിനാണ് ഈ അബ്രിവേഷൻസ് നമ്മൾ എന്താണ് ഹെൽത്ത് കെയറിൽ കൊണ്ടുവരുന്നത്? അതായത് നമുക്ക് സ്റ്റാൻഡർഡൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ പ്രൊഫഷണൽസിന് ഇടയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അബ്രിവേഷൻസ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു അബ്രിവേഷൻ വഴി നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടേമുകൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടും ആ ഒരു വാക്ക് കേട്ടാൽ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കോർഡ് കീപ്പിങ്ങിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഈ ഒരു റെക്കോർഡ് കീപ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? അതായത് ഈ റെക്കോർഡ് കീപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ഓർ മേക്കിംഗ് എൻട്രീസ് ഓഫ് ഇലക്ട്രിക്കൽ സിസ്റ്റം, മിക്കവാറും നമ്മൾ കൈകൊണ്ട് എഴുതുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടർ വഴി നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു റെക്കോർഡ് കീപ്പിങ്ങിൽ ഉണ്ടാവാം. ഈ റെക്കോർഡ് കീപ്പിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നു? സമ്മഡ് അപ്പ് ബൈ സേയിങ് ദാറ്റ് എനിത്തിങ് യു റൈറ്റ് ഓർ എൻറ്റർ മസ്റ്റ് ബി ഹോണസ്റ്റ്, അക്യുറേറ്റ് ആൻഡ് നോൺ ഒഫെൻസീവ് ആൻഡ് മസ്റ്റ് നോട്ട് ബ്രീച്ച് പേഷ്യൻ്റ് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ കൃത്യവും സുതാര്യമായിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെ വരച്ചതിന് ശേഷം, ഇല്ലാണ്ട് കറകുറെ എഴുതിയിട്ടിട്ട് ഇല്ലെങ്കിൽ നമ്മൾ അതിനെ മാച്ചതിന് ശേഷം അപ്പുറത്തെ എഴുതല്ല ചെയ്യേണ്ടത്. കറക്റ്റ് നമുക്ക് എന്താണ് അവിടെ തെറ്റ് വന്നിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് നമുക്ക് കാണണം. അപ്പോൾ നമ്മൾ അതിൽ തെറ്റുകളൊന്നും വരുത്താതെ കൃത്യമായിട്ട് എഴുതുന്നതിന് വേണ്ടി എഴുതാനായിട്ട് ശ്രമിക്കാം. ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിനാണെങ്കിൽ, അത് ലഭിക്കുന്ന പേഷ്യൻസിനാണെങ്കിൽ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റി കുറയ്ക്കുന്നതിന് അത് കാരണമാവുന്നു. നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് റെക്കോർഡ് കീപ്പിംഗ് ആണ്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു നല്ലൊരു റെക്കോർഡ് കീപ്പിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ബി ഫാക്ച്വൽ, കൺസിസ്റ്റൻറ്റ് ആൻഡ് അക്യുറേറ്റ്. നമ്മൾ എപ്പോഴും കൃത്യവും സുതാര്യവുമൊക്കെ ആയിട്ട് നമ്മുടെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ അപ്ഡേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ടും, അതുപോലെ എന്താണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതിൽ ചേർക്കാനുണ്ടെങ്കിൽ അപ്പം തന്നെ അത് റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രൊവൈഡ് കറൻറ്റ് ഇൻഫർമേഷൻ ഓൺ ദ കെയർ ആൻഡ് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. അതായത് പെട്ടെന്ന് നമുക്കൊരു റെക്കോർഡ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ബി ഡോക്യുമെൻറ്റഡ് ക്ലിയർലി ഇൻ സച്ച് എ വേ ദാറ്റ് ദ ടെക്സ്റ്റ് കനോട്ട് ബി ഇറേസ്ഡ്. നമ്മൾ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമുക്ക് അതിനുള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ മായ്ച്ച് കളയാനും ഒന്നും തന്നെ നമ്മൾ പാടുള്ളതല്ല. ഇത്രയാണ് നമ്മുടെ എന്തിൽ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് റെക്കോർഡ് കീപ്പിങ്ങിൽ വരുന്ന കാര്യങ്ങൾ.